ഇൻവെസ്റ്റിഗേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിരഞ്ജൻ എന്നോട് പറഞ്ഞു. തോമസ്, ഇറ്റ്സ് ഓൾ വെരി ക്ലിയർ. സൈമൺ കൊലക്കേസിന് പിന്നിലെ തിങ്ക് ടാങ്ക് മാർട്ടിൻ ദിനകറാണ്. എനിക്കറിയാം സാർ, പക്ഷേ ഇനി ഈ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വൈ സർ? തന്റെ തന്നെ അന്വേഷണത്തിനൊടുവിൽ താൻ പിടികൂടിയ 14 പ്രതികളുണ്ട്. 1-ാം പ്രതി മുള്ളാണി ബിജുവിന്റെയും 2-ാം പ്രതി ജോഷുവയുടെയും കൺഫെഷൻസ്. കേസിലാകെ 63 സാക്ഷികളുണ്ട്. ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തിട്ട് സത്യം അതല്ല എന്ന് പോലീസ് തന്നെ മാറ്റി പറഞ്ഞാലുണ്ടാകുന്ന ലീഗൽ കോംപ്ലിക്കേഷൻസും നാണക്കേടും ഫേസ് ചെയ്യാൻ ആരും തയ്യാറല്ല. സർ, അപ്പൊ DG മിനിസ്റ്ററും എനിക്ക് തന്ന ഉറപ്പോ? മേലധികാരികളുടെ ഉറപ്പിന് ഇത്രയൊക്കെ വിലയുള്ളൂ നിരഞ്ജൻ. യു ലേൺ ഇറ്റ് ദ ഹാർഡ് വേ. അപ്പൊ സത്യം അതാർക്കും പ്രശ്നമല്ല, ആവശ്യവുമില്ല. സത്യവും നീതിയും പോലീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്നേക്കാൾ കൂടുതലായിട്ട് അങ്ങേക്കറിയാവല്ലോ. സർ, സൈമന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനും RDX അനിലിന്റേതാണ്. സൈമന്റെ ബോഡിയിൽ കഴുത്തിന് താഴെയായി കാണപ്പെട്ട ആ ഡീപ് സ്ലാഷ് അനിലിന്റെ കത്തിയിൽ നിന്നുണ്ടായതാണ്. ഒരു പ്രീ മെഡിറ്റേറ്റഡ് കില്ലിംഗ് അല്ല എന്ന് വരുത്തി തീർക്കാൻ അയാൾ ജോഷുവയുടെ സഹായത്തോടു കൂടി ഒരു കൊട്ടേഷൻ കില്ലിംഗിന് ആംബിയൻസ് സൃഷ്ടിക്കുകയായിരുന്നു. ആൻഡ് അനിൽ ഡിഡ് ഇറ്റ് ഫോർ മാർട്ടിൻ ദിനകർ. ട്രൂ നിരഞ്ജൻ, പറഞ്ഞത് ശരിയാണ്. പക്ഷേ തന്നോട് സമ്മതിച്ചതെല്ലാം അനിലിന് കോടതിയിൽ മാറ്റി പറയാം. ഒരു കൊലപാതകത്തിന്റെ മുഴുവൻ പ്രതികളും ഉൾപ്പെട്ട ചാർജ് ഷീറ്റ് കോടതിയിലുള്ളപ്പോൾ അതേ കേസിൽ മറ്റൊരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? ഡോൺ ബുൾഷിറ്റ് തോമസ്. താൻ ഈ ടെക്നിക്കാലിറ്റീസ് ഒക്കെ വിട്ടിട്ട് ന്യായത്തെക്കുറിച്ച് ആലോചിക്കേ. സർ, മാർട്ടിൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അയാളെ കസ്റ്റഡിയിൽ എടുക്കണം. വൺസ് ഹീസ് അറസ്റ്റഡ്, തിങ്സ് വിൽ ചേഞ്ച്. സോറി നിരഞ്ജൻ, ഐ ആം ഹെൽപ്ലെസ്. DCP Niranjan. Can I talk to you in private? Would you please come out? Excuse me, sir. നിങ്ങൾ തിരയുന്ന മാർട്ടിൻ ദിനകർ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. Now listen. Hey, നിരഞ്ജൻ. Thomas, I tell you, he's damn frustrated. Hi. Welcome. So you've finally come, Niranjan. Thought you would be more cautious. அவ்வளோ ஈஸியா யாரும் வர முடியாத ஒரு இடம். ஏதோ ஒரு அனானிமஸ் கால் கிடைச்ச உடனே இந்த மாதிரி தனியா வந்திருக்கிய. You are daring man. Stupidly daring. சைமனோட கொலைக்கு பின்னாடி இருந்த பிரெயின் அண்ட் எக்ஸிகியூஷன் என்னோடதுன்னு ப்ரூவ் பண்ற அத்தனை எவிடன்ஸும் இப்போ உன் கையில் இருக்கு. பிளஸ் இன் யூர் கஸ்டடி யூ ஹேவ் மை மோஸ்ட் வைட்டல் மேன், அனில். திடீர்னு வந்த கோவத்தினால ஒரு 3rd ரேட் குண்டா சைமன் பாலத்திங்களை கொலை பண்ணிட்டான். இது போலீஸ் நிரூபிச்சு கோர்ட்ல சொன்ன கதை. அந்த கதையில இன்னொரு ட்விஸ்டா. எதுக்கு நிரஞ்சன்? I know it's too late to talk about truth. I have no time for you. Rather, destiny has no time for you.
said, drop your gun. Really sorry to shock you like this, son. Dinagar is my man, my ally, my partner. സർ, എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നീ തയ്യാറാവുമെന്ന്. മാർട്ടിനെ പിടികൂടാനായാൽ IG തോമസിനെയും DGയെയും ആഭ്യന്തരമന്ത്രിയെയും കൺവിൻസ് ചെയ്യാനാകുമെന്ന് നീ പ്രതീക്ഷിച്ചു. മാർട്ടിൻ ഇവിടെ ഉണ്ടെന്ന് നിന്നെ വിളിച്ചറിയിച്ച അനോണിമസ് കോൾ ഒരു ട്രാപ്പായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ കെണി. ഏയ് നിരഞ്ജൻ, തോമസ്, I tell you, he's damn frustrated. ഞാൻ ഇങ്ങനെയൊക്കെ എന്തിനു ചെയ്യുന്നു എന്നാവും നീ ഇപ്പൊ ആലോചിക്കുന്നത്. നോ സർ, യു ഗോട്ട് മീ റോങ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ എത്തുമെന്ന്, ഇങ്ങനെ സ്വയം വെളിപ്പെടുത്തുമെന്ന്. Hey, don't bluff. നോ, ഐ എം നോട്ട്. ഓർക്കുന്നില്ലേ, നിങ്ങൾ ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജിന്റെ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് തോമസ് സാറിനെയും എന്നെയും ക്ഷണിച്ചത്? ദാറ്റ് ഇൻവിറ്റേഷൻ കാർഡ് വാസ് ക്വൈറ്റ് റിവീലിംഗ്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു, മീര മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഞാൻ നിങ്ങളുടെ സ്റ്റുഡന്റ് ആവുന്നതിന് 2 വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന നിങ്ങളുടെ മകൾ മരണമടഞ്ഞതായി എനിക്ക് കേട്ടറിവുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് കാർഡ് റിമൈൻഡഡ് മീ ഹെർ നെയിം വാസ് മീര. കൊലപാതകി ആരാണെന്ന് കൃത്യമായി എന്നോട് പറഞ്ഞതിന് ശേഷമാണ് സൈമൺ മരിച്ചത്. പക്ഷെ അയാളുടെ മരണമൊഴി ഞാൻ ആദ്യം തെറ്റായാണ് മനസ്സിലാക്കിയത്. നിങ്ങളുടെ മകളുടെ പേര് മീര എന്നാണെന്ന് ഓർത്തതോടുകൂടി ഞാൻ അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് എത്തി. മീര സ്പാ. മീരാസ് സ്പാ. സൈമൺ പറഞ്ഞത് മീര സ്പാ എന്നല്ല, മറിച്ച് മീരാസ് പാ, മീരയുടെ അച്ഛൻ എന്നാണ്. സ്മാർട്ട്, വെരി സ്മാർട്ട്. നിങ്ങളുടെ മകളുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ പഴയ ന്യൂസ് പേപ്പറുകൾ പരിശോധിച്ചു. നിങ്ങളുടെ മകൾ പഠിച്ചിരുന്നത് പൂനെയിലെ പാലത്തിങ്കൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ മെഡിക്കൽ കോളേജിലായിരുന്നു. അന്ന് 22 വയസ്സുള്ള സൈമൺ ആയിരുന്നു അതിന്റെ നടത്തിപ്പുകാരൻ. ആൻഡ് യുവർ ഡോട്ടർ വാസ് സൈമൺ പാലത്തിങ്കൽസ് ഗേൾ ഫ്രണ്ട്. തികഞ്ഞ ഡോപ്പ് അഡിക്റ്റ് ആയിരുന്ന സൈമണിനെ ലഹരി ആവേശിച്ച ഏതൊരു നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നഷ്ടമായി. ആദ്യം ദുരൂഹമെന്ന് പത്രങ്ങൾ പറഞ്ഞിരുന്ന മരണം പാലത്തിങ്കൽ ഗ്രൂപ്പിന്റെ സ്വാധീന ശക്തിയിൽ അപകടമരണമായി ഒതുക്കപ്പെട്ടു. കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് കൂടി യു വെ ക്വൈറ്റ് ഹെൽപ്ലെസ്. സോ ദ മോട്ടീവ് വാസ് റിവെഞ്ച്. പക്ഷെ എന്റെ മുൻപിൽ ചോദ്യങ്ങൾ വീണ്ടും ബാക്കിയായി. വൈ ദിസ് കൈൻഡ് ഓഫ് എ കില്ലിംഗ്? നിങ്ങളും മാർട്ടിനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അപ്പോഴാണ് ഞാൻ ഓർത്തത്, സൈമൺ നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ മുതൽ മുടക്കാൻ പോകുന്ന വിവരം എന്നെ ആദ്യം അറിയിച്ചത് നിങ്ങളാണ്. ആൻഡ് ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ഇറ്റ്? സർവീസിൽ നിന്നും രാജിവെച്ചതിന് ശേഷം ദുബായിൽ നിങ്ങൾ തുടങ്ങിയ ബിസിനസ് എന്താണ്? വളരെ പെട്ടെന്നൊരു കോടീശ്വരനായി നിങ്ങൾ എങ്ങനെയാണ് വളർന്നത്? ഹവാല ഇടപാടുകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ സർവീസിൽ നിന്നും റിസൈൻ ചെയ്തത് ആദർശത്തിന്റെ പേരിലോ അതോ പിടിക്കപ്പെടാതിരിക്കാനോ? അന്ന് DG ആയിരുന്ന വിൽസൺ ജോസഫ് സാറിനെ ഞാൻ പോയി കണ്ടു. അദ്ദേഹം എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു, യു വെ നോട്ട് ക്ലീൻ, ദാറ്റ് യു ഹാഡ് വെരി സ്ട്രോങ് ലിങ്ക്സ് വിത്ത് ദുബായ് ബേസ്ഡ് ഹവാല കാർട്ടൽ. അനുമതിയില്ലാതെ നിങ്ങൾ നടത്തിയ 18 ദുബായ് യാത്രകളുടെ രേഖകൾ അദ്ദേഹം ഇന്നും പേഴ്സണൽ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് മാർട്ടിൻ ദിനകർ, ആസ് യു സെഡ്, is your man, ally and partner. നിങ്ങൾക്ക് വേണ്ടി അന്നത്തെ ആഭ്യന്തരമന്ത്രിയും 2 കേന്ദ്രമന്ത്രിമാരും ചരടുകൾ വലിച്ചപ്പോൾ DGക്ക് നിശബ്ദനാകേണ്ടി വന്നു. സോ യു ഗോട്ട് ഓഫ് ദ സർവീസ് ക്ലീൻ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അന്ന് ബലിയാടുകളായ 3 ഉദ്യോഗസ്ഥരിൽ ഒരാൾ എന്റെ അച്ഛനായിരുന്നു. സോ എനിക്കും ഇതൊരു കണക്ക് തീർക്കലാണ്. യു ഗെറ്റ് മീ? അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. നീ പറഞ്ഞത് ശരിയാണ്. സൈമൺസ് കില്ലിംഗ് വാസ് എ ക്രൈം ഓഫ് റിവെഞ്ച്. ഉള്ളിലെ പകയുമായി ഞാൻ അവസരം കാത്ത് കഴിയുമ്പോഴാണ് അവൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്.
മാർട്ടിനുമായി മുമ്പ് ഇടഞ്ഞിട്ടുള്ള അവൻ ഇവിടുത്തെ ഞങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങളെ ചലഞ്ച് ചെയ്തു. എനിക്ക് അവനോടുള്ള വെഞ്ചൻസ് ഞാൻ മാർട്ടിനുമായി ഷെയർ ചെയ്തു. സോ വി പ്ലാൻ ഇറ്റ് ഔട്ട് വിത്ത് RDX അനിൽ. പാറമട സുഭാഷ് വഴിയിൽ ഇറങ്ങിയതിനു ശേഷം അനിൽ അവനുമായി വരുമ്പോ ഞാൻ വഴിയരികിൽ കാത്തു നിൽക്കുകയായിരുന്നു. Stop the car! There! എന്നെ അറിയാമോ നിനക്ക്? മീരാസ് പാ. അനിൽ സർ, ഇവൻ ഇനി 10 മിനിറ്റ് കൂടി ആയുസുള്ളൂ. ജോഷു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. യെസ് സർ. കൊണ്ടുപോയിക്കോളൂ സർ. So, that's it. You are still dear to me. But unfortunately, I can't spare you. എന്നെ ഇവിടെ വരുത്തി ട്രാപ്പ് ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്? ഞാൻ തന്നെയാണ് ട്രാപ്പ് ചെയ്തത്. ഞാനും തോമസ് സാറും കൂടി ബോധപൂർവം പ്ലാൻ ചെയ്ത മീറ്റിംഗ് ആയിരുന്നു അത്, തന്നെ കൊടുക്കാൻ. ആൻഡ് യു ഫെൽ റൈറ്റ് ഇൻ ടു ദ ട്രാപ്പ്. ഗുഡ് ലക്ക്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഐ എം എ ടെറിഫിക് ജഡ്ജ് ഓഫ് ടാലന്റ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു, യു ആർ ഓസം, ടു ഓസം. All right, now you can take me, Thomas. Sir, come on. Well done. വാടാ. അയാളുടെ ഭാര്യയെ കൊന്നാണോ നിങ്ങൾ പറയുന്നത്? അയാളത് ചെയ്യും. ഞാൻ കണ്ടുവെന്നറിഞ്ഞ സ്ഥിതിക്ക് അയാൾ എന്നെയും കൊല്ലും, അതെനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് ദുഷ്ടനാ അയാള്. വെറുതെ കരഞ്ഞ ആളെ കൂട്ടല്ലേ. സുരണ, എന്താ വേണ്ടതെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. സുരണ, എന്താടാ ഒരു കാര്യം പറട്ടെ എന്ന് ഒന്നുകൂടെ വന്നു. എന്ത് അണ്ണ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? വേണ്ടാത്ത വള്ളി കേസുകളൊന്നും കയറി പിടിക്കല്ലേ. ഇത് കൊലക്കേസാണ്, അല്ല നിങ്ങളുടെ തള്ളു കേസല്ല. പിന്നെ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനാ? അതും സുര. അണ്ണ, അത് റിസ്ക് ആണ്. നമുക്കല്ല പോലീസിനെ വിളിക്കാം. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വാടാ. ഇല്ലേ, വിഷമിക്കണ്ട, ഞങ്ങൾ പോയി നോക്കിട്ട് വരാം കേടാ. വാടാ. ഞാൻ എപ്പോഴും പറയാറില്ലടാ, ഈ പള്ളിപ്പാടൻ ആളത്ര ശരിയല്ല.
പേടിയാവുന്നു. ശരിയാ, ചോരയെ കണ്ടില്ലേ? പോലീസ് പോലീസ് വാ വാ. ആള് വലിയ പുള്ളിയാണല്ലോ അശോക. ആ സാറേ, ഈ വീടും പറമ്പ് തന്നെ അത്യാവശ്യം ഉണ്ട്. എന്തിനാണ് ഇത്ര ആൾക്കാരിവിടെ? ഒരെണ്ണത്തിന് അകത്തോട്ടേക്കരുത്. ചെല്ലല്ലേ സാർ അയാളെ അറസ്റ്റ് ചെയ്യണേ, ഞങ്ങളൊന്ന് മെമ്പറെ, എന്താ കാര്യം? ആഹാ, അയലത്ത് കിടന്നിട്ട് നേതാവ് കാര്യമെന്ന് പറഞ്ഞില്ലേ? എന്താ? അവിടെ പള്ളിപ്പാടത്തിന് വേണ്ടി പോലീസ് വന്നു. പോലീസ്? ബെസ്റ്റ് നേതാവ്. വാടാ, പോയി നോക്കാം. ഞങ്ങൾ എന്തിനാ വന്നെന്ന് മനസ്സിലാക്കണമല്ലോ. സഹകരിക്കണം. വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ടിരുന്ന നന്നായിരുന്നു. കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറിയല്ലോ. ഇയാള് വരുന്നവരായിട്ട് വരുന്ന അറിയായിരുന്നു സാറേ. ഒരുങ്ങിയിരിക്കണ്ടേ? ഇന്നലെ ഭാര്യയായിട്ട് വഴക്കുണ്ടായല്ലേ? ഉണ്ടായി. അല്ല, വഴക്കിടെ നിങ്ങളവരെ ഉപദ്രവിച്ചു, അവരെ കൊല്ലൂന്ന് പറഞ്ഞെന്നൊക്കെ കേട്ടു. അപ്പൊ ഇതാണല്ലേ ഇന്നലത്തെ വഴക്കിനിടയിൽ പൊട്ടിപ്പോയ TV? ഞാൻ അയാളോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്ന ദിവസം രാത്രി തന്നെ ഭാര്യ ഒറ്റയ്ക്ക് യാത്ര ചെയ്തെന്ന് പറയുമ്പോ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയമുള്ള ആളുമല്ല. പിന്നെ അവൾ മധുരയ്ക്ക് പോയത് അത് അവളുടെ കൂടെ ജോലി ചെയ്യുന്നൊരു ഫ്രണ്ട് പറഞ്ഞിട്ടും കൂടിയാണ്. ആ ഫ്രണ്ടിന്റെ നമ്പർ എന്ന് പറയാമോ? അറിയില്ല. ഭാര്യയുടെ ഫോണിൽ കാണും. ഭാര്യയുടെ ഫോൺ എടുത്തേ. ലോക്ക. ഭാര്യയുടെ ഫോൺ ലോക്കറിയില്ലെന്നാവോ എടുത്ത് പറയാൻ പോകുന്നത്? അറിയാം. അവളുടെ തള്ളവരല. എന്തായാലും ലീല വന്ന നന്നായി, അല്ലെങ്കിൽ ആരും അറിയാതെ കാര്യവും കഴിഞ്ഞേനെ. ലീല മാത്രമല്ല, ഞങ്ങളിവിടെ കണ്ടിട്ടാ നിങ്ങൾ എല്ലാവരും കൂടെ അറിഞ്ഞ്. ഇപ്പൊ ക്രെഡിറ്റ് ലീലക്ക്. അയാളൊരു
മനസാക്ഷിയില്ലാത്തവരത്തിന് ഒരു പ്രത്യേക ടൈപ്പ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും മുക്കൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. ഇയാളത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ പുറത്താണ്, സ്റ്റേഷനിലില്ല. എത്തിയിട്ട് വിളിക്കാം സാറേ. ആ അത് കോഴിയുടെ ചോര സാറേ. ഇതായിരുന്നു രാമേട്ട. കോഴിയുടെ ചോരയാക്കി അല്ലേ? പള്ളിപ്പാട, ഞങ്ങളോട് എന്തിനാ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇരുകൂട്ടർക്കും ഒരുപോലെ അറിയാം. വളച്ചേട്ടില്ലാതെ ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവാൻ? ഞാൻ എൻ്റെ വീടിൻ്റെ ഹോളൊന്ന് വൃത്തിയാക്കി. അപ്പോഴത്തെ എൻ്റെ വേഷം കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എൻ്റെ ജോലിക്കാർ പറയുന്നത് കേട്ട് ഇറങ്ങി തിരിച്ച് നിങ്ങളോടൊക്കെ എന്ത് പറയാനാ സാറേ? ഈ പോലീസുകാർ നോക്കിയാലേ ഒന്നും കിട്ടാൻ പോണില്ല. കാരണം ബോഡിയൊക്കെ അയാൾ പണ്ടേ കത്തിച്ചിട്ടുണ്ടാവും. ആ ടീച്ചർ ഒരു പാവമായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടെ പള്ളിയിൽ വെച്ച് കണ്ടതാ. ഷൈന, എടോ അവിടേക്ക് ശരിക്കും നോക്കൂ. പറ. ഈ വരുന്ന ശനിയാഴ്ച നമുക്കൊരു സ്ഥലം വരെ പോവാൻ പറ്റുമോ? എവിടെ? തൊടുപുഴ, ഞാൻ പഠിച്ച കോളേജില്. എന്തിനാ? റിയൂണിയൻ ആണ്. ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. എല്ലാരും ഫാമിലി ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഇക്ക മാത്രം വരായിരുന്നു, അത് മോശമല്ലേ? ഇക്ക വരില്ലേ? നോക്കട്ടെ, ഇപ്പൊ പറയാൻ പറ്റില്ല. വരാൻ നോക്കിക്ക. 2 മണിക്കൂറത്തെ കാര്യമല്ലോ. അറിയില്ല. പോലീസ് ഞങ്ങളൊന്ന് കാണട്ടെ. അയാൾക്കെതിരെ തെളിവുകൾ എന്തെങ്കിലും കിട്ടിയ സാർ? ഇക്ക കേൾക്കുന്നില്ലേ? എന്തോന്നും പറയാൻ. വിളിക്കാം. രാമേട്ട ഇങ്ങൊന്നേ. രാമേട്ട, ആകെ പ്രശ്നമായിരിക്കുക. പുറത്ത് ജനങ്ങളും മെഡിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടാതെ പുറത്തു പോകാൻ പറ്റില്ല. രാമേട്ട, നിങ്ങൾ തമ്മിലുള്ള പഴയ പ്രശ്നങ്ങൾ എനിക്കറിയാം. അതെന്റെ ചുരുക്ക് ഇവിടെ തീർക്കാൻ നോക്കരുത്. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, രാമേട്ട ഉറപ്പാണോ? ഉറപ്പാണ്. അയാൾ ആ ക്രൈം ചെയ്തിട്ടുണ്ട് സാർ. പള്ളിപ്പാടിന് എനിക്കറിയാവുന്ന പോലെ സാറിന് അറിയില്ല. അയാൾ ഈ കാണിക്കുന്ന മുഴുവൻ അടവാണ് സാർ. രാമേട്ട, പിന്നെ ഇത്രയും നേരം ഇത്രയും പോലീസുകാർ നോക്കിയിട്ട് എന്തോന്നും കിട്ടാത്ത? ഷാഹിനെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇതെപ്പോഴും ഇങ്ങനെ വിളിക്കണമെന്നില്ല. എവിടെയാടാ തന്റെ ഭാര്യയെ കൊന്ന് കുഴിച്ചുമൂടിയിരിക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞല്ലേ അവള് മധുരയ്ക്ക് പോയതാണ്. സാറേ, അന്ന ടീച്ചർ. അന്ന ടീച്ചറോ? പള്ളിപ്പാടം കൊന്നെന്ന് പറഞ്ഞ അങ്ങനെ ഭാര്യയായിരിക്കുന്നത്.
ടീച്ചർ ശരിക്കും മധുരക്കിനാണോ പോയത്? അതെ. അപ്പൊ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാണ്ടായിരുന്നിട്ടും നിങ്ങളെന്ത് ഫോൺ എടുക്കാതെ പോയത്? പോകുന്ന ധൃതിക്ക് ഫോൺ എടുക്കാൻ മറന്നുപോയി. ഇവിടുത്തെ ജോലിക്കാരി ഇന്നലെ നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്ന കണ്ടു. ആ, ഇന്ന് കാലത്ത് വന്നപ്പോൾ നിങ്ങളുടെ മിസ്സിങ്ങുമാണ്. ഇതിനോടനുബന്ധപ്പെട്ടൊരു പരാതി ഞങ്ങളുടെ സ്റ്റേഷനിൽ തന്നു. അപ്പോൾ പോലീസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കണ്ടേ? അല്ലാതെ ഇദ്ദേഹത്തെ പേഴ്സണായിട്ട് ഹരാസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടായാലും ക്ഷമിക്കണം. രാമേട്ടാ, വേറെന്തെങ്കിലും ഉണ്ടോ ഇനി? അശോക സാർ, കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ പള്ളിപ്പാടന്റെ ഭാര്യ ജീവനോടെ തിരിച്ചെത്തി. അപ്പോ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സാർ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? പോലീസോട് ആരെ അറസ്റ്റ് ചെയ്യാനോ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി വന്നതല്ല. ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാതെ കഴിയുമ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നുള്ള ഞങ്ങളുടെ പ്രൊസീജിയറാണ്. അതിനുവേണ്ടി വന്നു, അത്രേ ഉള്ളൂ. പ്രായമായ ഒരു മനുഷ്യനെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നത്. നിങ്ങൾ വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കരുത്. സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ചില കാര്യങ്ങളിൽ കുറച്ച് സംശയം തോന്നി, അപ്പൊ അതേപറ്റി കൂടുതൽ അന്വേഷിക്കാന്ന് കരുതി. അപ്പൊ അതുവരെ ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക പീഡനത്തിന് ആര് സമാധാനം പറയും സാർ? അതിനല്ലേ ഞങ്ങൾ പോലീസുകാർ അകത്തുനിന്ന് മാപ്പ് പറഞ്ഞത്. അതിൽ കൂടുതൽ വേറെന്താ വേണ്ടേ? അത് പോരല്ലോ സാറേ. വാതിലടച്ച് ആരും കേൾക്കാതെ നിങ്ങൾ പറഞ്ഞ മാപ്പ് പോരെ സാറേ. നാട്ടുകാർ കേക്ക പറയണം. അത് സാറല്ല, പള്ളിപ്പാടന്റെ ദേഹത്ത് കൈവച്ചതേ ഈ സാർ. എന്നെ കൊണ്ട് മാപ്പ് അങ്ങനെ പോകുന്നത് എങ്ങനെയാ സാറേ? തെറ്റ് നമ്മുടെ ഭാഗത്താ, അതങ്ങ് പറഞ്ഞേക്ക്. പോലീസിന്റെ വീഴ്ചയല്ലേ സാർ? സാർ മാപ്പ് പറയാൻ പോണോ? സാർ ചെയ്തതിൽ കുറ്റബോധമുണ്ടോ? സാർ, പള്ളിപ്പാടിനെതിരെയുള്ള പോലീസിന്റെ ഗൂഢാലോചനയാണ് സാർ. സാർ, മറുപടി പറയണം സാർ. എനിക്ക് എന്നോടൊരുത്തിനൊരു മാപ്പം കോപ്പും പറയണ്ട. ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു തന്നാ നന്നായിരിക്കും. പറഞ്ഞു കേട്ടില്ലേ? എല്ലാരും പിരിഞ്ഞോണം. ഇനി ബഹളമൊന്നും വേണ്ട, എല്ലാരും പോകും. മറുപടി പറയണം സാർ. പള്ളിപ്പാടിനെതിരെ ഇനിയും ഒരു അന്വേഷണം. ഒരു സന്തോഷ വാർത്തയുണ്ട്. കണ്ണി കണ്ടെൻ്റെ കൈയും കാലും പിടിച്ചുണ്ടാക്കിയ ട്രാൻസ്ഫർ അതെന്തായാലും പോയി കിട്ടി. സോറി സാർ, ഞങ്ങൾ കാരണം സാറിന്. അതുകൂടെ അശോക, അതിന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഓരോരുത്തരും അവരുടേതായ പ്രതികാരങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കില്ലെന്ന് ആര് കണ്ടു? ആരോട് എന്തിനാണ് സാറേ പ്രതികാരം? 2 വർഷം മുമ്പ് എൻ്റെ ഭാര്യയുടെ അനിയൻ്റെ ഒരു കേസ് കോടതിയിലെത്തിയപ്പോൾ അവിടെ എതിർഭാഗം വാദിക്കാമെന്ന് തോമസ് വക്കീലായിരുന്നു. അന്ന് ആ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പള്ളിപ്പാടിനെ ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അങ്ങേര് വഴങ്ങില്ലെന്നറിഞ്ഞപ്പോൾ അപ്പോഴേ ഞാൻ ആ കേസ് അങ്ങ് വിട്ടതാ. അളിയൻ കേസ് തോറ്റുപോയെന്ന് കരുതി പ്രതികാരം ചെയ്യാൻ മാത്രം ശിവരാമൻ അത്രയും തരന്നായിരുന്നില്ല സാർ. 30 വർഷമായി സാർ കാക്കിയിടാൻ തുടങ്ങിയിട്ട്. ആ 30 വർഷത്തിന്റെ എക്സ്പീരിയൻസിന്റെ ബലത്തിൽ പറയുക, ആ വീട്ടിൽ ആരുടെയോ ചോര വീണിട്ടുണ്ട്.
what a surprise. ആ പ്രഭ മാഡം ഇല്ലേ വരാൻ പറഞ്ഞിരുന്നു. ആൻറ്റി ഓഫീസിലാ, വരാറായി. You just come in. ഹലോ പ്രഭ. റേസ് ഹിയർ. ആൻറ്റി വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. റേയോ? ഞാൻ റേക്ക് കൊടുക്കാം. I will get your coffee. താങ്ക് യു. ഹലോ മാം. നിനക്കെന്തായാലും വീട്ടിലെ കാര്യം? വെറുതെ പ്രഭയായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഉദയ് സാറിനെ കണ്ട കാര്യവും അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച കാര്യമൊക്കെ. റേ, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നാളെ ലണ്ടനിലേക്ക് പോവാ. എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ, യാത്രാ ചെലവ്, മിസലേനിയസ് എക്സ്പെൻസസ് എല്ലാം കൂടി ഒരു 15 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ബ്ലാക്ക്മെയിൽ ആണോ? മാഡം എനിക്ക് ഇത്രയും വലിയ പണി തന്ന സ്ഥിതിക്ക് തിരിച്ച് ഞാൻ ഇങ്ങനെ ചെറിയൊരു പണിയെങ്കിലും തരണ്ടേ? ഉദയ് സാറിനെ വീട്ടിലേക്ക് ക്ഷണിച്ചവരെയുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അകത്ത് കയറിക്കഴിഞ്ഞ് ഞാൻ കണ്ട കഥ മുഴുവൻ പറയണോ വേണ്ടയോ എന്ന് മാഡം തന്നെ തീരുമാനിച്ചോളൂ. വെറുതെ ഹീറോ കളിച്ച് പണി വാങ്ങുന്നോക്കല്ലേ? ഹീറോ കളിച്ച് മടുത്തു മാഡം. ഇപ്പൊ ട്രെൻഡിങ് വില്ലന്മാരല്ലേ. 1 മണിക്കൂർ സമയം ഞാൻ തരും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടുത്തടുത്ത ഫ്ലാറ്റിൽ 2 മർഡേഴ്സ് ആണ് നടന്നിരിക്കുന്നത്. അതിലൊന്നൊരു സെലിബ്രിറ്റി. ഡോണ്ട് യു തിങ്ക് സംതിങ് ഇസ് ഫിഷി? ഹലോ, ആർ യു ലിസണിംഗ് ടു മീ? സോറി. യെസ് സർ. Where is this Dinesh? Get me the accountant. ഈ കേസിൽ എനിക്കുള്ള പ്രഷർ താൻ മനസ്സിലാക്കണം. ഒരാഴ്ചക്കകത്ത് ഇതിനൊരു കംപ്ലീഷൻ റിപ്പോർട്ട് തന്നില്ലെങ്കിൽ ഐ വിൽ ഹാൻഡ് ഓവർ ദ കേസ് ടു ദ ക്രൈം ബ്രാഞ്ച്. യു മേ ഗോ നൗ. സർ. Idiots. Ray, I'm sorry. I had a meeting. I was late. That's all right. Prabha? What happened? റേ, ഡാഡിയുടെ ഒരു പാട്ട് പ്ലേ ചെയ്തതാ. പെട്ടെന്ന്. You guys talk. Sure. I'll be back. ഈ സിറ്റുവേഷനെ പറ്റിയൊരു പാട്ട് എൻ്റെ കയ്യിലുണ്ട്. പ്ലേ ചെയ്യട്ടെ? ഈ കളി എവിടം വരെ കൊണ്ടുപോകേണ്ട പ്ലാൻ അറിയേ? കളി തുടങ്ങി വെച്ചത് മാമല്ലേ. ഞാനതങ്ങ് ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചു. നീ ഒരു ചുക്കും ചെയ്യില്ല. വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഐ കൻ സ്മെൽ ഇറ്റ്. പേടിയുണ്ടോ? ആരെ? നിന്നെയോ? പേടിക്കണം. സ്വന്തം കാഴ്ച പോലും നഷ്ടപ്പെടാൻ ബാക്കിയില്ലാത്ത ഒരുത്തൻ്റെ വാക്കുകളാ. പേടിച്ചേ പറ്റൂ. സൂക്ഷിക്കുകയും വേണം മാം. ഇനി ഓരോ അടി എടുത്ത് വെക്കുമ്പോഴും സൂക്ഷിക്കണം. ആരടിക്കുന്ന കാര്യ? അല്ല, എൻ്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയായിരുന്നു മാം. ആ, ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചതാ. വാട്ട് ഹാപ്പൻ? ഓ അതോ, ഒരു പോലീസ് പട്ടി എന്നെ ഓടിച്ചപ്പോൾ ഒരു പോസ്റ്റിൽ ചെന്ന് ഇടിച്ച് വീണതാ. സാരമില്ല, ആ പട്ടിക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ മാം? ആ റേ, ഇത് ലണ്ടനിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോൺടാക്ട് നമ്പറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു നീഡ് എനി ഹെൽപ്പ് പ്ലീസ് കോൾ ഹിം. താങ്ക് യു പ്രഭ. അഞ്ചര മണിയായല്ലേ? എനിക്ക് പോകാൻ സമയമായി. പാക്കിംഗ് ഇനിയും ബാക്കിയുണ്ടേ. മാഡം, ഞാൻ ചോദിച്ച കാര്യം
Here it is. രണ്ടായിരത്തിന്റെ നോട്ടാണല്ലേ? അതെ റേ, എല്ലാം 2000 നോട്ട് തന്നെയാ. അത് നന്നായി. ചിലര് കണ്ണു കാണാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി വന്ന പഴയ 500 നോട്ട് തന്ന് പറ്റിക്കും. ഞാൻ ബാഗിൽ വെക്കാം. ഓ, താങ്ക് യു പ്രഭ. ഇതൊരു കടമായിട്ട് കണ്ടാൽ മതി. ഞാൻ തിരിച്ചു തരാം, പലിശയും ചേർത്ത്. Oh, take your time. താങ്ക് യു പ്രഭ. കീപ് ഇൻ ടച്ച്. യു ടു. ഇത്രയും പണമായിട്ട് ഒറ്റയ്ക്ക് പോണ്ട. എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. ഓ, സോ കൈൻഡ് ഓഫ് യു. ശരി. പതുക്കെ. യോ. ഹലോ ദിനേഷ്, where the hell were you, man? എത്ര തവണ വിളിക്കണം ഞാൻ? ഞാൻ കമ്മീഷണർ ഓഫീസിലായിരുന്നു. എല്ലാം കയ്യിൽ നിന്ന് പോവാണ്. കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ പോവാ. You know what? ആ റേ ഇവിടെ വന്നിട്ടുണ്ട്. അവനാ? എവിടെ? He's in my car. And you know what? He had the audacity to blackmail me. എൻ്റെ അടുത്ത് 15 ലക്ഷം വാങ്ങി, അതും ആ പ്രഭയുടെ മുമ്പിൽ. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, അവനിപ്പോൾ തന്നെ കടമ്പുകുടിയിലേക്ക് കൊണ്ടുപോവാ. അവൻ്റെ കളി ഇപ്പോൾ അവസാനിപ്പിക്കാം. ശരി, ഓക്കെ, I'll be there. Are you staring at me? നിന്റെ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചു. എന്ത് ധൈര്യത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് 2 പേർക്കും ഇപ്പൊ ലോകത്തിൽ ഏറ്റവും പേടി എന്നെയാണെന്നുള്ള ധൈര്യം. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചല്ലേ? അതെ മാഡം. ഇനി ഞാൻ എന്ത് കൽപ്പിച്ചാലും അത് മാഡം കേട്ടേ പറ്റൂ. യു ഹാവ് നോ ചോയ്സ്. ലുക്ക് റേ, ഐ വിൽ ഗിവ് യു വൺ ചോയ്സ്. നിനക്ക് അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടെങ്കിൽ ഇപ്പം പറ. ഈ ഓഫർ വണ്ടി അവിടെ എത്തുന്നത് വരെയുള്ളൂ. അത് കഴിഞ്ഞ ഹലോ ദിനേഷ്, എത്തിയോ? The GPS says 10 minutes. അപ്പോഴേക്ക് ഞാൻ അവിടെ എത്തും. ദിനേശ് ചേട്ടാ, വേഗം വരണേ. പട്ടി ചൂടാകല്ലേ ചേട്ടാ. അടി കിട്ടിയപ്പോ തലയുടെ റിലേ മുഴുവൻ കട്ടായിപ്പോയോ? നമുക്ക് നേരിട്ടൊക്കെ ശരിയാക്കാന്നേ. അതെടാ, ഞാനും അതിനാ കാത്തിരിക്കുന്നു. ആഹാ, അപ്പൊ ഹീറോ മീറ്റ്സ് വില്ലൻ. മസിലുണ്ടെന്നേ ഉള്ളൂ, പൊട്ടനാ. പൊട്ടൻ അവനല്ല, നീയാ. അല്ലെങ്കിൽ എന്റെ കൂടെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുവോ? Are you sure? You idiot! വണ്ടി എടുത്ത് മാറ്റടോ. നടു റോഡിലാണോ വണ്ടി ഇടുന്നേ? ഈ നയൻതാര എന്താ ഇപ്പൊ അധികം മലയാളത്തിൽ അഭിനയിക്കാത്തത്? അപ്പോ നിന്റെ കാഴ്ച വീണ്ടും നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്.
എന്റെ 2 കിഡ്നിയും ചേർത്ത് വിറ്റാ കിട്ടുന്നതിന്റെ ഇരട്ടിയുണ്ട്. ഇപ്പൊ വിശ്വാസമായില്ലേ? ഇത് വെറും ട്രെയിലറാണ് സാർ. അപ്പൊ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. കിടപ്പറ സെൽഫിയാ? നീ ഇതൊന്നും കണ്ട് പഠിക്കല്ലേ കേട്ടാ. എന്താണ് ലോപ്പസ് അത്? ഇവളാള് കൊള്ളാലോ. യൂട്യൂബ് നോക്കി ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. എന്താ എന്താ ഒരു വല്ലായ്മ? തലവേദന ഉണ്ടോ? ഓരോ ടെൻഷൻ. ഒന്നുമില്ല. ശരി, കുളിച്ചിട്ട് വാ, ഞാൻ ഡിന്നർ എടുക്കാം. കഴിച്ചിട്ട് പറയണേ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? ആ കൊള്ളാം. ഞാനേ കുളിച്ചിട്ട് വരാം. ആ ഹലോ, സ്വപ്ന മേഡം അല്ലേ? ആ അതെ. ഞാൻ CID രാംദാസ് ആണ്. കൊല്ലപ്പെട്ട സിനിമാ നടൻ ഉദയകുമാർ എന്നെ ഏൽപ്പിച്ചൊരു കാര്യം പറയാനാണ് ഞാൻ വിളിക്കുന്നത്. ഉദയകുമാർ സാറിന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നോ എന്ന് സംശയമുണ്ടായിരുന്നു. ദിനേശേട്ടാ, നാളുകൾ നീണ്ടുനിന്ന കഠിനമായ അന്വേഷണത്തിനൊടുവിൽ ആ ആൾ ആരാണ് എന്ന് ഞാൻ കണ്ടെത്തി. പക്ഷേ ഉദയകുമാർ സാർ മരിച്ചുപോയല്ലോ. അപ്പൊ എനിക്ക് തരാനുള്ള പൈസ ആര് തരും? ഇതൊക്കെ താനെന്തിനാ എന്നോട് പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ, മേഡം ഒന്നും ചെയ്യണ്ട. പക്ഷെ ഒരുപാട് ചെയ്ത ഒരാൾ മേഡത്തിന്റെ വീട്ടിലുണ്ട്. ഉദയകുമാർ സാറിന്റെ ഭാര്യയുടെ ആ രഹസ്യ കാമുകൻ നിങ്ങളുടെ ഭർത്താവാണ്. രേഷ്മ. എന്റെ ഒരു ആയി പറഞ്ഞു. എന്റെ ഭർത്താവ് ആരെന്ന് നിനക്കറിയോ? അദ്ദേഹം എങ്ങാൻ അറിഞ്ഞ? അയാൾ ആരാ എന്താന്നൊക്കെ മേഡത്തിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഈ രഹസ്യമായിട്ട് തന്നെ നിൽക്കാൻ എനിക്ക് 1 കോടി രൂപ വേണം. അതല്ലെങ്കിൽ ഉദയകുമാർ സാറിനെ കൊന്നതാരാണ് എന്നീ നാട് മുഴുവൻ പാട്ടാകും. അറിയാലോ, ഈ വാർത്ത ഞാൻ പത്രക്കാർക്ക് കൊടുത്താൽ അവർ തരും എനിക്ക് തെറ്റില്ലാത്തൊരു എമൗണ്ട്. പ്രത്യേകിച്ച് കൊന്നയാളുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ നാളെ രാവിലെ 10 മണിക്ക് ഒന്നുകൂടെ വിളിക്കാം. പൈസ റെഡിയാക്കി വെച്ചോളൂ. ഇതൊക്കെ വിശ്വസിക്കാൻ മേഡത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നെനിക്കറിയാം. ആ ബുദ്ധിമുട്ട് മാറാൻ ഒന്ന് വാട്സാപ്പ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ തരുന്ന മുട്ടയൊക്കെ കഴിച്ചിട്ട് അടുത്തോണ്ടോ ദയിപ്പിക്കുന്നേ? എന്റെ കൂടെ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ല. മോളെ, നമുക്കിപ്പോ തന്നെ സെൽഫി എടുക്കാം. നീ ഒന്ന് പുറത്തു വരാൻ സമ്മതിക്കും. ആരാണ് തന്റെ മോള്? ഞാൻ പറയുന്നത് കേക്ക്. അവളെന്നെ കുടിക്കിയതാണ്. അവള് അതെ, അവൾക്ക് അത് പറയാം. നീ എന്നെ ഒന്ന് വിശ്വസിക്ക് മോളെ. എനിക്ക് അവളോട് വെറുപ്പാണ്. ഞാൻ നിന്നെ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിച്ചത്. ചക്കരെ മുത്തേ, എല്ലാം വിളോ. നീ ആ തോക്കൊന്ന് മാറ്റി വെക്ക്. ഞാൻ ഒന്ന് പുറത്തു വന്നോട്ടെ. അവളല്ല മോളെ, സമീസ് വിട്ടാ മോളെ. ഞാൻ പറയടാ. ഉദയകുമാറിന്റെ ഭാര്യയുടെ കാറ് കടമക്കുടി പാലത്തിനടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ബാഗും ഷൂവും നമുക്ക് കാര്യത്ത് കിട്ടിയിട്ടുണ്ട്. സാർ, അവർ ആത്മഹത്യ ചെയ്താണെന്ന് തോന്നുന്നു. നമുക്ക് ആത്മഹത്യ കുറിപ്പൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ബോഡി തപ്പിക്കൊടിക്കാണ് സാർ. നല്ല അടിയോട് കൊണ്ടെന്നാ മുങ്ങൽ വിദഗ്ധർ പറയണത്. ബോഡി കിട്ടുന്ന സംശയമാണ് സാർ. ഫർദർ അപ്ഡേറ്റ്സ് റിപ്പോർട്ട് ചെയ്തോളാം സാർ. ഓക്കെ സാർ. മോളെ,
പണിക്കർ പറഞ്ഞ ശരിയാ. എൻ്റെ മോശം സമയം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടമുക്കുടി പാലത്തിന് മുകളിലാണ്. ഇവിടെ നിന്നുമാണ് കൊല്ലപ്പെട്ട നടൻ ഉദയകുമാറിന്റെ ഭാര്യ സിമിയുടെ കാറും ഒപ്പം തന്നെ ബാഗും ഷൂസും പോലീസ് കണ്ടെത്തിയത്. സിമി ഇതെല്ലാം ഉപേക്ഷിച്ച് കാണുന്ന പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഉദയകുമാറിന്റെ ആദ്യ ഭാര്യയിലെ മകൾ പ്രഭ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണത്. സിമി തന്നെ പിയാനോ പഠിപ്പിക്കുന്ന റേ മാത്യൂസ് എന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി വിടുന്നതിനായി കാറുമായി റേ മാത്യൂസ് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് അജ്ഞാതമായി തന്നെ തുടരുകയാണ്. രണ്ടും കൂടി മുങ്ങിക്കാണും. സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം സിമിക്ക് ഏറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻകാല നടനായ ഉദയകുമാറിനെ സിമി വിവാഹം കഴിച്ചത്. എന്നാൽ ഉദയകുമാറിന്റെ മരണത്തോടുകൂടി സിമിയുടെ ആഗ്രഹം സഫലമാകാതെ പോവുകയായിരുന്നു. അത് തന്നെയാകാം സിമിയുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് സിനിമാ മേഖലയിൽ സ്വന്തം മരണവാർത്ത ടി വിയിലൂടെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ആദ്യത്തെ ആളായിരിക്കും. എന്താ അല്ലേ? ബ്ലഡ് സാമ്പിൾ എടുത്തേക്കല്ലേ? ആ, ഒന്ന് പിടിച്ചോ. കിട്ടിയോ? ഡോക്ടർ നിന്റെ ബ്ലഡ് എടുത്തിട്ടുണ്ട്. നിന്റെ ബ്ലഡ് ഗ്രൂപ്പും എന്റേതും മാച്ചായ നിന്റെ കോർണി എടുത്ത് എനിക്ക് വെക്കും. നിന്റെ കണ്ണി ചോരയില്ലാത്ത കണ്ണുകൊണ്ട് ഈ ലോകം കാണാൻ എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് നിന്റെ കണ്ണ് നിനക്ക് വേണമെങ്കിൽ പറ, ആ 1 കോടി രൂപ എവിടെയാണ്? ഡോക്ടർ, എന്താ നിങ്ങളുടെ പേര്? സ്വാമി. സ്വാമിജി, ഈ തെണ്ടി പറയുന്നൊന്നും വിശ്വസിക്കരുത്. പണി കിട്ടും. പോലീസ് വരെ ഇവന്റെ പിന്നാലെയാ. നിങ്ങൾക്ക് പണല്ലേ വേണ്ടത്? ഞാൻ തരാം, എത്ര വേണമെങ്കിലും തരാം. ഈ കെട്ടൊന്നും അഴിച്ചു തരുമോ? സ്വന്തം കെട്ടിയോനെ കൊന്ന നിന്നെ എങ്ങനെയാടി വിശ്വസിക്കണേ? ഞാൻ പറയുന്നൊന്നും വിശ്വസിക്ക്. ഉദയ കൊന്നത് ഞാനല്ല. കള്ളം, പച്ചക്കള്ളം. ഇവള് വീണ്ടും അഭിനയിക്കുക. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവളും ആ മസിൽമാൻ പോലീസുകാരനും കൂടെ ഉദയ് സാറിനെ ഒരു പെട്ടിക്കകത്തിട്ട് പൂട്ടി ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. താൻ ഒരു കുന്തം കണ്ടിട്ടില്ല. അവിടെ എല്ലാം കഴിഞ്ഞപ്പോഴാ നീ കയറി വന്നത്. ആ മണ്ടൂസ് ഉദയ് ചെന്നൈയിലേക്ക് പോവാന്ന് കള്ളവും പറഞ്ഞ് സർപ്രൈസ് തരാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ അവിടുത്തെ സിറ്റുവേഷൻ വാസ് റിയലി ബാഡ്. ദിനേശിന്റെ തോക്കും എടുത്തോണ്ട് സ്വയം വെടിവെച്ച് മരിച്ചതാ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ആക്സിഡന്റ്. അപ്പോ ഡിക്കോട്ടോ? ഡിക്കോട്ടോ? ഓ, ചോദിക്കുന്ന കേട്ടാ വിചാരിക്കും നിങ്ങൾ എല്ലാരും വലിയ പുണ്യാളന്മാരാന്ന്. അതേടാ, ആ തള്ളിയെ തള്ളിയിട്ട് കൊന്നത് ഞാൻ തന്നെയാ. ആരാ അവരുടെ അടുത്ത് പറഞ്ഞത് പോലീസിന്റെ അടുത്ത് കണ്ടത് മുഴുവൻ വിളിച്ച് പറയാൻ? അതുകൊണ്ടല്ലേ? ആ തള്ളിയെ തള്ളിയിട്ട് കൊന്നത് ഞാൻ തന്നെയാ. ആരാ അവരുടെ അടുത്ത് പറഞ്ഞത് പോലീസിന്റെ അടുത്ത് കണ്ടത് മുഴുവൻ വിളിച്ച് പറയാൻ? അതുകൊണ്ടല്ലേ? എങ്ങനെയുണ്ട്? താങ്ക് യു മിസസ് ഉദയകുമാർ. നിങ്ങളുടെ ഈ കുമ്പസാരം ഞങ്ങളൊരു മൊബൈൽ ഫോൺ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിനി പോലീസിനും ചാനലുകാർക്കും അയച്ചു കൊടുക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്.